1895 ഈ മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞു തീരുന്ന സമയത്ത് ഇതിന്റെ എഞ്ചിനീയർ ആയിട്ടുള്ള കേണൽ പെന്നിക്യുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡാം ഏകദേശം ഒരു 50 കൊല്ലം നിലനിൽക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഡാം ഇന്ന് 126 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സിമെന്റിലല്ല ഇത് പണി തീർത്തിരിക്കുന്നത്, ഇത് ചുരുക്കി മോട്ടാർ മിശ്രിതത്തിലാണ്. ഇത് ഏകദേശം ഒരു 25 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ല. ഈ ഒരു ഡാം നിൽക്കുന്നത് വെറും ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഭിത്തി മാതിരിയാണ്. ഈ ഒരു അവസ്ഥയിലുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 35 ലക്ഷം ആളുകൾ മരണപ്പെടുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലും എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ വളരെ നിസാര കാര്യങ്ങൾക്ക് വരെ റോഡ് ഉപരോധിച്ച് അല്ലെങ്കിൽ കരിങ്കുടിയും കാണിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല? ഓരോ മഴക്കാലം ആകുമ്പോൾ മാത്രം ചർച്ചയായി വരുന്ന ഒരു ടിപ്പിക്കൽ പ്രശ്നമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ കൊണ്ട് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് തമിഴ്നാടാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെയുള്ള ഒരാളെ 35 ലക്ഷം ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ കണ്ണടയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയൊരു ഡാമിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് വരെ നമ്മളെ എന്തുകൊണ്ട് അവഗണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം കേന്ദ്ര സമിതി റിപ്പോർട്ട് വരെ നമുക്കെതിരാണ്. വളരെ സേഫ് ആണെന്നുള്ള രീതിയിലാണ് അവരുടെ റിപ്പോർട്ടുകൾ പോലും. ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇതിനെപ്പറ്റി അവെയറാണ്. പക്ഷെ എന്തുകൊണ്ട് നിസാര കാര്യങ്ങൾക്ക് വരെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് ഇത് ബിഗ് ബോസിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ആളുകൾ, ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ളവര് എന്തുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല?